RCM ബിസിനസിനെക്കുറിച്ചും പ്രൊഡക്റ്റുകളെക്കുറിച്ചും അറിയുവാൻ RCM ബിസിനസ് കേരള എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് rcmbusinesskerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. RCM ന്യൂട്രിചാർജ് ബയോ ഏജ്. ദഹനം ശരിയായ രീതിയിൽ നടന്നില്ലെങ്കിൽ ഏത് ഭക്ഷണം കഴിച്ചാലും ശരീരത്ത് പിടിക്കില്ലേ, ശരീരത്തിന് യാതൊരു ഗുണവുമില്ലേ. ഡൈജീഷൻ ഇല്ലാത്താകുമ്പോൾ ശരീരത്തിൽ അനാരോഗ്യമായി പലതും കേറിക്കൂടും. അതിൽ ഏറ്റവും മാരകമായതാണ് ടോക്സിൻസ്, അതായത് വിഷാംശങ്ങൾ. ഇത് ഉണ്ടാകാൻ കാരണം ജങ്ക് ഫുഡുകൾ, അമിതമായ തീക്ഷണമായ മസാലപ്പൊടികൾ എന്നിവയാണ്. എന്റെ കരൾ എന്റെ കൂടെയുണ്ട് എന്ന് നാം ഓരോരുത്തരും ഓർക്കണം. പലതരം ടോക്സിൻസ്, അതായത് പുകവലി, മദ്യം ഇവയൊക്കെ ശരീരത്തിലേക്ക് കയറ്റിവിട്ടാൽ അതെല്ലാം കരൾ വലിച്ചെടുക്കും. ഇങ്ങനെ നമ്മളെ സംരക്ഷിക്കാൻ കരൾ സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ അവയവം നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് നാം ഓർക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരത്തിൽ കരളിന്റെ പ്രവർത്തനം. ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗനിൽ ഒന്നാണ് കരൾ. 500ഓളം പ്രവർത്തനങ്ങൾ ആണ് കരളിൽ നടക്കുന്നത്. ശരീരത്തിന് എനർജി നൽകുന്ന ഒന്നാണ് കരൾ. നമ്മുടെ ശരീരത്തിലെ വിഷാംശം പുറന്തള്ളുന്നതും കരളാണ്. ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാക്കുകയും വൈറ്റമിൻസും മിനറൽസും സ്റ്റോർ ചെയ്യുന്നതും കരളാണ്. ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടത്തുന്നതും കരളാണ്. കരൾ രോഗത്തിന്റെ 10 ലക്ഷണങ്ങൾ: ക്ഷീണം, തളർച്ച, വിശപ്പില്ലായ്മ, വെയിറ്റ് ലോസ്, അതായത് 3 മാസം കൊണ്ട് 10 കിലോ വെയിറ്റ് കുറയുന്നു, ഛർദി, ഓക്കാനം. ഇതിന് കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷാംശം പുറത്തു കളയുന്നത് ലിവറാണ്. വിഷാംശം പുറത്തു പോകുമ്പോൾ ഓക്കാനം, ഛർദി ഇവ വരാൻ കാരണമാകുന്നു. വയറുവേദന, മഞ്ഞപ്പിത്തം, മൂത്രം ഡാർക്ക് കളറായി പോവുക, ശരീരത്തിൽ എപ്പോഴും ചൊറിച്ചിൽ ഉണ്ടാവുക, സ്കിന്നിന്റെ പല ഭാഗത്തും തടിച്ചു പൊന്തി റാഷസ് ഉണ്ടാവുക, പരസ്പരബന്ധമില്ലാതെ സംസാരിക്കുക, ഉറക്കമില്ലായ്മ. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഇതിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിക്കണം. കരൾ പ്രവർത്തന പരിശോധന നടത്തിയാൽ അറിയാൻ സാധിക്കും. ALT, AST ഇത് രണ്ടും 100-ന് മുകളിൽ പോകരുത്. ALP സാധാരണ 150 ആണ്. 200-ന് അടുത്തു പോയാൽ ഡോക്ടറെ കാണണം. ഈ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് അതിനെ കുറയ്ക്കാനും ഇല്ലാത്തവർക്ക് വരാതിരിക്കാനുമുള്ള പ്രതിവിധിയാണ് ന്യൂട്രിചാർജ് ബയോ ഏജ്. നമ്മുടെ ശരീരത്തിൽ 500-ലധികം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പവർഹൌസ് അവയവമാണ് കരൾ. മറ്റ് അവയവങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് കരളിന്റെ ആരോഗ്യം പ്രധാനമാണ്. പാരിസ്ഥിതികവും ഭക്ഷണവുമായ വിഷാംശം, മോശം പോഷകാഹാരം, മദ്യപാനം, പുകവലി, പ്രായം എന്നിവ നമ്മുടെ കരളിനെ പ്രതികൂലമായി ബാധിക്കുന്നു. നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കട്ട് മൈക്രോബിയോട്ടയും ദഹന എൻസൈമുകളും കുറയുന്നു. അസിഡിറ്റി പോലുള്ള അവസ്ഥകൾ ഇത് സൂചിപ്പിക്കുന്നു. ദഹനക്കേട്, മലബന്ധം, ശരീരവണ്ണം ഇതൊക്കെയാണ് ദഹനവ്യവസ്ഥയുടെ മറ്റ് അസുഖങ്ങൾ. കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും കരൾ നിർജ്ജലീകരണത്തെ പിന്തുണയ്ക്കുന്നതിലൂടെ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിനുമായി 53 വൈവിധ്യമാർന്ന ബൊട്ടാണിക്കൽസ് ഉൾപ്പെടുന്ന 72 പോഷകങ്ങൾ ന്യൂട്രിചാർജ് ബയോയേജിൽ നിറഞ്ഞിരിക്കുന്നു. കുടൽ മൈക്രോബിയോട്ടയുടെ വളർച്ചയെ അഭിവൃദ്ധിപ്പെടുത്തുകയും ആരോഗ്യകരമായ കുടലിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന 10 ബില്യൺ പ്രോബയോട്ടിക്സും ഇതിൽ അടങ്ങിയിരിക്കുന്നു. 16 ദഹന എൻസൈമുകളുടെ മിശ്രിതം ദഹനം മെച്ചപ്പെടുത്താനും പോഷകങ്ങളുടെ ആഗിരണം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ബയോയേജിന്റെ പ്രയോജനങ്ങൾ: കരളിന്റെ ആരോഗ്യം നിലനിർത്തുന്നു, വിഷവസ്തുക്കളിൽ നിന്നും ഹാനികരമായ ഫ്രീ റാഡിക്കലുകളിൽ നിന്നും കരളിനെ സംരക്ഷിക്കുന്നു, ഡിഡോക്സിഫിക്കേഷനെ പിന്തുണയ്ക്കുന്നു, ദഹനം വർദ്ധിപ്പിക്കുന്നു, ഒപ്റ്റിമൽ പോഷക ആഗിരണം, കുടൽ മൈക്രോബിയോട്ട തഴച്ചുവളരുന്നതിലൂടെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ന്യൂട്രിചാർജ് ബയോ ഏജിൽ 53 ബോട്ടാണിക്കൽസ്, 16 എൻസൈമുകൾ, 1 പ്രീബയോട്ടിക്സ്, 2 പ്രോബയോട്ടിക്സ് ഇവ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ പ്രധാന 6 പച്ചമരുന്നുകളാണ് പാൽ മുൾപ്പടർപ്പു, നെല്ലിക്ക കൂവളം, ഡാൻഡിലിയോൺ ഇൽവേപ്പ്, സീബക്ക് തോർന്ന് എന്നീ. ഇതെല്ലാം ആന്റി ഓക്സിഡന്റ് ആണ്. ലിവറിനെ സംരക്ഷിക്കുന്ന ടോണിക്കാണ് ഇത്. പാൽ മുൾപ്പടർപ്പു കരളിന്റെ നീർക്കെട്ടിനെ ഇല്ലാതാക്കുന്നു. മദ്യം, മറ്റു ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടും വിഷാംശം കൊണ്ടും നിങ്ങളുടെ ലിവറിനെ നശിപ്പിക്കുന്നതിനെ തടയുന്നു. പാൽ മുൾപ്പടർപ്പു ഇൻസുലിൻ പ്രതിരോധം കുറയ്ക്കാൻ സഹായിക്കുന്നു. അങ്ങനെ രക്തത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ആഗിരണം മെച്ചപ്പെടുത്തുന്നു. ഇത് പ്രമേഹവും അതുമായി ബന്ധപ്പെട്ട സങ്കീർണതകളും നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. വെരിക്കോസ് സിരകൾ, ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, കരൾ
പ്ലീഹ, വൃക്ക എന്നിവയിലെ ബുദ്ധിമുട്ടിനും ഈ സസ്യം ഉപയോഗപ്രദമാണ്. നെല്ലി നമ്മുടെ കോശങ്ങളെ സംരക്ഷിക്കുന്നു. പ്രായാധിക്യത്തെ കുറക്കാനും പുതിയ കോശങ്ങളെ രൂപപ്പെടുത്തുവാനും സഹായിക്കുന്നു. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും എല്ലാം മരുന്നായി ഉപയോഗിക്കുന്ന ഒന്നാണ് നെല്ലി. നെല്ലിക്കയിൽ വൈറ്റമിൻ സി ഒരുപാടുണ്ട്. 20 ഓറഞ്ചിൽ അടങ്ങിയ വൈറ്റമിൻ സിയേക്കാളും കൂടുതൽ 100 ഗ്രാം നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി മാത്രമല്ല, വൈറ്റമിൻ എ, വൈറ്റമിൻ B5, വൈറ്റമിൻ B6, അതുപോലെ തന്നെ കോപ്പർ, പൊട്ടാസ്യം, സോഡിയം, മാംഗനീസ്, ഇതുകൂടാതെ ഒരുപാട് ഫൈബറും അടങ്ങിയിട്ടുള്ള ഒന്നാണ് നെല്ലി. നെല്ലിക്കയ്ക്ക് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും ഉണ്ട്. വൈറ്റമിൻ എ നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു. നെല്ലിക്കയിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഇത് നമ്മുടെ മെറ്റബോളിസം സുഗമമാക്കുകയും മലബന്ധം ഒഴിവാക്കാനും ഗ്യാസ്ട്രബിൾ കാരണം വയർവീർത്തിരിക്കുന്ന അവസ്ഥയും ഒഴിവാക്കാൻ സഹായിക്കുന്നു. നെല്ലിക്ക പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. കാരണം ഇതിൽ ഒരുപാട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട്. നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള സൊല്യൂബിൾ ഫൈബേഴ്സ് നമ്മുടെ ശരീരത്തിലെ ഷുഗർ അബ്സോർഷന്റെ റേറ്റ് കുറച്ച് വളരെ സാവധാനം ആക്കുന്നു. അതുകൊണ്ടുതന്നെ ഉയർന്ന ഷുഗർ ലെവൽ ഉള്ളവരിൽ ഷുഗർ ലെവൽ കൂടാതിരിക്കാൻ നെല്ലിക്ക സഹായിക്കുന്നു. പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റിസ് ഉള്ളവർ. ഇതേ പ്രോപ്പർട്ടി തന്നെ കൊളസ്ട്രോൾ ഉള്ളവരിലെ കൊളസ്ട്രോൾ ലെവൽ കുറയാനും സഹായിക്കുന്നു. നെല്ലിക്കയിൽ ധാരാളം ഫ്ലേവനോൾസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടുതൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇത് മറവിരോഗം ബാധിച്ച ആൾക്കാരിലെ ബ്രെയിൻ ഫംഗ്ഷൻ കൂട്ടുന്നു. നെല്ലിക്കയിൽ അടങ്ങിയിട്ടുള്ള മറ്റൊരു ഗുണമാണ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി നീർക്കെട്ട് കുറയാനും അതുപോലെ തന്നെ ജോയിന്റ്സിലെ ഇൻഫ്ലമേഷൻ കുറച്ച് ജോയിന്റ് പെയിൻ കുറയ്ക്കാനും സഹായിക്കുന്നു. നെല്ലിക്ക വാർദ്ധക്യം തടഞ്ഞ് യൗവനം നിലനിർത്താൻ സഹായിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂവള രക്തത്തെ ശുദ്ധീകരിക്കുന്നു. ശരീരത്തിലുള്ള വിഷാംശത്തെ പുറത്തേക്ക് കളയാൻ സഹായിക്കുന്നു. കിഡ്നിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. കൂവളത്തിൽ ഒരുപാട് ഔഷധഗുണങ്ങളുണ്ട്. കൂവളത്തിന്റെ ഇലയും വേരും കായും തൊലിയുമെല്ലാം മിക്ക ആയുർവേദ ഔഷധങ്ങളിലും അനിവാര്യ ഘടകങ്ങളാണ്. ഇതിന്റെ ഏറ്റവും ഗുണകരമായ ഒന്നാണ് കൂവളത്തിന്റെ കായ. ഇതിന്റെ വേരാണ് കൂടുതലായി ഔഷധ നിർമ്മാണങ്ങൾക്കായി ഉപയോഗിച്ചുവരുന്നുണ്ട്. ഇത് ത്രിദോഷങ്ങളെയും ബാലൻസ് ചെയ്യുന്നതും ദഹനസംബന്ധമായി വരുന്ന ബുദ്ധിമുട്ടുകളായ വയറുവേദന, ഛർദി, ലൂസ് മോഷൻ എന്നിവയെ ശമിപ്പിക്കുന്നതാണ്. ഗ്യാസ്ട്രൈറ്റീസ്, ഇൻഡൈജഷൻ, കോൾഡ്, സൈനസൈറ്റിസ് എന്നീ ബുദ്ധിമുട്ടുകൾക്ക് കൂവളം വളരെ നല്ലതാണ്. ദശമൂലങ്ങളിലെ ഒരു ചേരുവയാണ് കൂവളത്തിന്റെ വേര്. ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉണ്ട്. ശ്വാസകോശത്തിന്റെയും ശ്വാസനാളത്തിന്റെയും പേശികൾക്ക് അയവ് വരുത്തുന്നതിനാൽ ഇത് ആസ്മ ചികിത്സയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. വാതരോഗങ്ങൾ, പ്രമേഹം, ക്ഷയം, അർബുദം എന്നീ അസുഖങ്ങളിലും കൂവളം ഉപയോഗിച്ചുവരുന്നു. അലർജി പ്രശ്നങ്ങൾക്ക് കൂവളം നല്ലൊരു മരുന്നാണ്. ഡാൻഡെലിയോൺ ഇൽ ഇത് ജമന്തിയുടെ ഒരു രൂപമാണ്. ലിവറിന്റെ അകത്ത് അടിഞ്ഞുകൂടിയ വിഷാംശത്തെ പുറത്തേക്ക് കളയുന്നു. ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കുന്നു. ലിവറിന്റെ പ്രവർത്തനത്തെ സുതാര്യമാക്കുന്നു. ആയുർവേദ പ്രകാരം പല ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു സസ്യമാണ് ഇത്. നിങ്ങളുടെ ജീവൻ പോലും രക്ഷിക്കാൻ പ്രാപ്തമായ ഒരു ഔഷധ സസ്യമാണ് ഇത്. ഗനേഡിയൻ കാൻസർ മൂലം ക്ലിനിക്കിൽ എത്തിയ പല രോഗികൾക്കും ഡാൻഡെലിയോൺ ചായ കുടിച്ചതുകൊണ്ട് പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്ന് ഇതേക്കുറിച്ച് പഠനം നടത്തിയ പ്രഗത്ഭ ഡോക്ടർ കേരോലിൻ ഹാം പറയുന്നു. രോഗപരിഹാരം സാധ്യമല്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാർ കഴിഞ്ഞ 72-കാരൻ ആയ രോഗി പോലും ഡാൻഡെലിയോൺ ചികിത്സകൊണ്ട് ജീവനോടെയുണ്ട്. മനുഷ്യരിൽ കണ്ടുവരുന്ന 3 തരം രക്താർബുദത്തിനും ഇത് നല്ലൊരു മരുന്നാണ്. അതായത് ഇതിന്റെ വേർ ചതച്ചെടുക്കുന്ന നീരാണ് ഉപയോഗിക്കുകയെന്ന് പരീക്ഷണങ്ങൾ തെളിയിച്ചതാണ്. ഇത് കാൻസർ ചികിത്സാരീതിയായ കീമോക്കു പകരം ഉപയോഗിക്കാവുന്ന നല്ലൊരു പരിഹാരമാണ്. രക്താർബുദത്തിന് മാത്രമല്ല, പാൻക്രിയാറ്റിക് ക്യാൻസർ, സ്കിൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങിയ എല്ലാതര ക്യാൻസറുകൾക്കും നല്ലൊരു പരിഹാരമാണ് ഇതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ ചെടി ലിവർ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്നാണ്. പണ്ട് കാലം മുതൽ കരൾ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ചെടിയുടെ വേര്. കൊറിയൻ ചികിത്സാരീതി അനുസരിച്ച് ഈ ചെടി ഊർജ്ജം നൽകാൻ ഏറെ സഹായകരമാണെന്ന് കരുതുന്നു. ഡാൻഡെലിയോൺ എന്ന ഈ ചെടിയുടെ വേര് ആയുർവേദ മരുന്നുകളിലും ഉപയോഗിക്കുന്നു. വേപ്പ് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും കരളിന്റെ പ്രവർത്തനത്തെ സുതാര്യമാക്കുകയും രക്തത്തിലെ വിഷാംശത്തെ ഇല്ലാതാക്കുകയും ദഹനപ്രക്രിയയും ശ്വസനപ്രക്രിയയും സുഗമമാക്കുകയും ചെയ്യുന്നു. ആര്യവേപ്പിന്റെ എല്ലാ ഭാഗങ്ങളും, അതായത് തൊലി, ഇലക്കായ, ഇതെല്ലാം ഔഷധങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തലയിൽ ഉണ്ടാകുന്ന താരൻ, കുരുക്കൾ ഇവ ഇല്ലാതാക്കാൻ ആര്യവേപ്പ് വളരെ നല്ലതാണ്. ആര്യവേപ്പ് ആന്റിഫംഗൽ, ആന്റിവൈറസ്, ആന്റിബാക്ടീരിയൽ ആണ്. ഉദരകൃമി പോലെയുള്ള അസുഖങ്ങൾക്ക് ആര്യവേപ്പ് വളരെ നല്ലതാണ്. മഞ്ഞപ്പിത്തം, കാൻസർ എന്നീ രോഗങ്ങൾക്കുള്ള
പ്രതിരോധശേഷിയായി ആര്യവേപ്പ് ഉപയോഗിക്കുന്നു. സ്കിൻ ഡിസീസിന് ആര്യവേപ്പ് വളരെ നല്ലതാണ്. കാലുകൾക്കിടയിൽ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻ അതായത് വളം കടി പോലെയുള്ള രോഗങ്ങൾക്ക് ആര്യവേപ്പ് നല്ലതാണ്. കുട്ടികളിലുണ്ടാകുന്ന കരപ്പൻ അതായത് കാൽമുട്ടിന് താഴെ ഉണ്ടാകുന്ന കുരുക്കൾ വ്രണങ്ങളായി പൊട്ടിയൊഴുകുന്ന അവസ്ഥ, ഇതിനെ ഇല്ലാതാക്കാൻ ആര്യവേപ്പ് നല്ലതാണ്. മഞ്ഞപ്പിത്തം, പ്രമേഹം, ആമാശ അർബുദം, ഫാറ്റി ലിവർ ഇവയ്ക്ക് ആര്യവേപ്പ് വളരെ ഉപകാരപ്രദമാണ്. ശോധന കറക്റ്റാക്കി പൈൽസ് ചുരുക്കാൻ സഹായിക്കുന്നു. സ്കിന് നല്ല തിളക്കം കിട്ടാനും സഹായിക്കുന്നു. സീബക്ക് തോർൺ ഇത് ഒരു സൂപ്പർ ഫ്രൂട്ട് ആണ്. 4-5 പഴങ്ങളുടെ അത്രയും സത്ത് ഈ ഒരു ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു. ഇത് ഹിമാലയത്തിലാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ വേരുകൾ 200 അടി താഴ്ചയിലേക്ക് ഇറങ്ങും. ഒരുപാട് പോഷകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് ആന്റി ഓക്സിഡന്റ് ആണ്. ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കുന്നു. അതുപോലെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനെ പുറന്തള്ളുന്നു. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നു. ഇതിനു പുറമെ ചില പ്രധാന ചേരുവകളായ കുരുമുളക്, ഇഞ്ചി, തിപ്പലി, കൃഷ്ണതുളസി, ബീറ്റ്റൂട്ട്, ഞാവൽ എന്നിവ അടങ്ങിയിട്ടുണ്ട്. കുരുമുളക്, ഇഞ്ചി, തിപ്പലി ഇവ മൂന്നും നമ്മുടെ ദഹനപ്രക്രിയ സുഗമമാക്കുകയും കുടൽമാലകളിൽ രോഗം ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള കീടങ്ങളെ ഇല്ലാതാക്കുന്നു. കൃഷ്ണതുളസി ജലദോഷം, പനി, കഫ്കെട്ട്, ചുമ, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, ശ്വാസമുട്ട് തുടങ്ങിയ രോഗാവസ്ഥയ്ക്ക് തുളസി നല്ലതാണ്. ചെറിയ പ്രാണികൾ കടിച്ചാൽ ഉണ്ടാകുന്ന വിഷാംശം ഇല്ലാതാക്കാൻ തുളസി ഉപയോഗിക്കാറുണ്ട്. ഉദരരോഗങ്ങൾക്കും പ്രത്യേകിച്ച് കൃമിശല്യത്തിനും ത്വക്ക് രോഗങ്ങൾക്കും ചർമ്മരോഗങ്ങൾക്കും തുളസി വളരെ നല്ലതാണ്. ബീറ്റ്റൂട്ടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ് പക്ഷാഘാതം, ഹൃദയസംബന്ധമായ രോഗങ്ങൾ, രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്നു. ബീറ്റ്റൂട്ട് ഹൃദയത്തിന്റെ ശരിയായ പ്രവർത്തനത്തിന് ഏറെ സഹായകരമാണ്. രോഗപ്രതിരോധശേഷിക്ക് അത്യന്താപേക്ഷിതമായ ഒന്നാണ് ആന്റി ഓക്സിഡന്റുകൾ. കളറുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും ആന്റി ഓക്സിഡന്റുകൾ കൂടുതലായി കാണപ്പെടാറുണ്ട്. ചുവന്ന നിറത്തിലുള്ള ബീറ്റ്റൂട്ടിൽ ബീറ്റാസിയാനിൻ അടങ്ങിയിരിക്കുന്നു. ഇതാകട്ടെ വളരെ നല്ല ആന്റിഓക്സിഡന്റാണ്. ചീത്ത കൊളസ്ട്രോൾ ആയ LDL കുറയ്ക്കാൻ ഇത് ഏറെ സഹായകരമാണ്. പോഷകസമ്പുഷ്ടമായ ബീറ്റ്റൂട്ട് രോഗപ്രതിരോധശേഷിയും പരിപോഷിപ്പിക്കുകയും പുതിയ രക്തകോശങ്ങളുടെ ഉത്പാദനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഗർഭാവസ്ഥയിലുള്ള ശിശുക്കളുടെ ഫൈനൽ കോഡിനെ ഉറപ്പുവരുത്തുകയും കോശവളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നതിന് ഫോളിക് ആസിഡ് അത്യന്താപേക്ഷിതമാണ്. ഇത് ബീറ്റ്റൂട്ടിൽ അടങ്ങിയിരിക്കുന്നു. ബീറ്റ്റൂട്ടിൽ ഇരുമ്പിന്റെ അംശം ഉള്ളതുകൊണ്ടുതന്നെ അനീമിയെ ചെറുക്കുവാനും ഇത് ഏറെ സഹായിക്കുന്നുണ്ട്. ബീറ്റ്റൂട്ട് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു. ബീറ്റ്റൂട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. ബീറ്റ്റൂട്ടിൽ ധാരാളം സൊലൂബിൾ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനത്തിന് ഏറെ സഹായകരമാണ്. ബീറ്റ്റൂട്ടിൽ ഫൈബറിന്റെ അളവ് കൂടുതലും കലോറി കുറവുമാണ്. ഈ ഫൈബറുകൾ ശരീരത്തിലെ കൊഴുപ്പിനെതിരെ പ്രവർത്തിക്കുകയും ശരീരഭാരം കുറയാൻ ഒരു പരിധിവരെ സഹായിക്കുന്നുമുണ്ട്. കൂടാതെ ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും ജലാംശം നിലനിർത്തുവാനും സഹായിക്കുന്നു. ബീറ്റ്റൂട്ട് ധാരാളം കഴിക്കുന്നത് ശരീരത്തിലെ തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. കുടൽ ക്യാൻസർ, ലിവർ കാൻസർ എന്നിവയെ പ്രതിരോധിക്കാൻ ബീറ്റ്റൂട്ട് ജ്യൂസ് നിത്യേന കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഈ എല്ലാ ഗുണങ്ങളും ഉള്ളതുകൊണ്ടുതന്നെ ബീറ്റ്റൂട്ട് ഇനി നമ്മുടെ ഉത്തമ സുഹൃത്തായി നമുക്ക് കരുതാം. ഞാവൽ പ്രായാധിക്യത്തെ കുറയ്ക്കുന്നു. ഞാവൽ മരത്തിന്റെ ഇലയും തൊലിയും പഴങ്ങളും കുരുവും എല്ലാം തന്നെ ഔഷധഗുണങ്ങളുടെ കലവറയാണ്. പ്രമേഹം കുറയ്ക്കാൻ ഞാവൽ പഴത്തിന്റെ കുരുവിൻ അപാരമായ കഴിവുണ്ട്. പഴം കഴിക്കുന്നത് വയറിന് സുഖം തരുകയും മൂത്രം ധാരാളം പോകുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അർഷിസ്, വയറുകടി, വിളർച്ച എന്നിവയ്ക്ക് ഞാവൽ കഴിക്കുന്നത് ഗുണകരമാണ്. ഞാവൽ പഴത്തിൽ ജീവകം എ, ജീവകം സി, പ്രോട്ടീൻ, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങൾ നിറഞ്ഞ ന്യൂട്രിചാർജ് ബയോയേജ് എന്നോ ഈ വണ്ടർഫുൾ പ്രൊഡക്റ്റ് എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒറ്റമൂലിയാണ്. ഇതൊരു ഹെർബൽ പ്രൊഡക്റ്റാണ്. ഔഷധ സസ്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഹെൽത്ത് സപ്ലിമെന്റ് ആണ്. 2 പാളികൾ ഉള്ള ടാബ്ലറ്റ് ആണ്. ഇത് ക്ലിനിക്കലി പ്രൂവൻ ആണ്. ഇത് ഉപയോഗിക്കേണ്ടത് 1 വീതം എല്ലാ ദിവസവും ഉച്ചഭക്ഷണത്തിനോ അത്താഴത്തിനോ ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് 1 ഗ്ലാസ് വെള്ളത്തോടൊപ്പം കഴിക്കും. ആർക്ക് ഉപയോഗിക്കാം? മദ്യം, പുകയില, ദഹനപ്രശ്നങ്ങൾ ഉള്ളവർക്കും ഉപയോഗിക്കാം. ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്തവർക്കും വർഷത്തിൽ 4 മാസം ഉപയോഗിച്ചാൽ നല്ല. ഗരളിന്റെ ആരോഗ്യത്തിന് പ്രീപ്രോബയോട്ടിക്സ് എൻസൈമുകളോട് കൂടിയ പ്രകൃതിദത്തമായ സത്തുക്കൾ അടങ്ങിയ ഒന്നാണ് ബയോയേജ്. ഇത് കരളിനെ സംരക്ഷിക്കുകയും റീചാർജ് ചെയ്യുകയും മദ്യം അല്ലെങ്കിൽ പുകവലി ഉപയോഗിക്കുന്നവർക്ക്, ദഹനവ്യവസ്ഥയിൽ അല്ലെങ്കിൽ കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അവരുടെ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നന്ദി. JRCM